ഹായ്, എസ് വി അരുളലാണ്. ഒരു ചെറിയ കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മോഹൻലാലുമായിട്ടുള്ള അഭിമുഖത്തിൻ്റെ ടീസർ കാണാനിടയായി. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മനോഹരമായ ചിത്രം. കേരളത്തിൻ്റെ രണ്ട് ലെജൻഡ്സ് ഒരേ ഫ്രെയിമിൽ അവരുടെ അഭിപ്രായങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന മനോഹരമായ കാഴ്ച. മോഹൻലാലിനെ പോലൊരു വ്യക്തി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ലെജൻഡ് മുഖ്യമന്ത്രിയാണ്, ലെജൻഡായിട്ടുള്ള ഒരു അഭിനേതാവാണ് മോഹൻലാൽ. രണ്ടുപേരുടെയും വിഷൻ ജനങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് മാധ്യമങ്ങളുടെ ചില കുത്തിത്തിരിപ്പ് താല്പര്യങ്ങളുള്ള ചോദ്യങ്ങൾക്കപ്പുറം വ്യക്തികളെ പരസ്പരം സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അഭിമുഖമായിട്ട് അതിനെ കാണുന്നു. അതിൽ ഒരു അഭിപ്രായം മുന്നോട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ റിക്വസ്റ്റ് മുഖ്യമന്ത്രി കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണുമോ അതെന്നറിയില്ല, എന്നിരുന്നാലും മലയാളത്തെ സംബന്ധിക്കുമ്പോൾ രണ്ട് മഹാനടന്മാരാണുള്ളത്. ഒന്ന് മോഹൻലാലും ഒന്ന് മമ്മൂട്ടിയും. ആ നിലയ്ക്ക് ഈ രണ്ട് നടന്മാരെയും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവർ എന്ന നിലയ്ക്ക് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് കാഴ്ചപ്പാടുള്ളവരാണ്, രണ്ട് ശൈലികളുള്ളവരാണ്, രണ്ട് തരം ജീവിത രീതികളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒപ്പം തന്നെ അഭിപ്രായങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് തരം അഭിപ്രായങ്ങൾ. ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ചിലതിൽ നിശബ്ദത പാലിക്കാറുണ്ട്. എന്നിരുന്നാലും മലയാളത്തിലെ ഭൂരിപക്ഷം പേർക്കും ആ രണ്ട് വ്യക്തിത്വങ്ങളെയും വലിയ സ്വീകാര്യമാണ്. അത് പല കാര്യങ്ങൾ. മോഹൻലാൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ശൈലി വളരെ സരസമാണെങ്കിൽ മമ്മൂട്ടി കുറച്ചുകൂടി ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ്. ആ നിലയ്ക്ക് ഈ രണ്ട് കാഴ്ചപ്പാടുകളിലൂടെയും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിക്ക് ഈ നാട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുടെ ചോദ്യങ്ങളും വ്യത്യസ്തമാകാൻ സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് മോഹൻലാൽ എന്ന മഹാനടനായിട്ടുള്ള അഭിമുഖത്തോടൊപ്പം തന്നെ മമ്മൂട്ടി എന്ന നടനും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കിക്കണ്ടത് എങ്ങനെയാണ്, ഈ നാട്ടിൽ കാര്യം ഇവരെല്ലാം അവരുടെ മേഖലയുടെ ഭാഗമായി, അല്ലെങ്കിൽ അവരുടെ തൊഴിലിടത്തിന്റെ ഭാഗമായിട്ട് ലോകം ഒരുപാട് സഞ്ചരിച്ചവരാണ്, അനുഭവങ്ങൾ കൂടുതലുള്ളവരാണ്. അവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ സാഹചര്യങ്ങളും അന്നെങ്ങനെയാണ് ഇന്ന് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഈ ലോകത്ത് പലയിടങ്ങളിലും സഞ്ചരിച്ച് ജീവിച്ച മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും. മാറ്റങ്ങൾ പ്രകടമാക്കി, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. എന്തായാലും അഭിമുഖം പുറത്തു വന്നിട്ടില്ല, അതിൻ്റെ ടീസർ കണ്ടപ്പോൾ തന്നെ വളരെ ഹൃദ്യമായിരുന്നു. ആ നിലയ്ക്ക് മമ്മൂട്ടി എന്ന വ്യക്തിയെ കൂടി ഇതുപോലെ ഒരു എപ്പിസോഡ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ആലോചന സർക്കാർ നടത്തണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെല്ലാം മോഹൻലാൽ എന്ന നടൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. കാര്യം എന്ന് കരുതിക്കൊണ്ട് ഇവർ തമ്മിൽ മോശമൊന്നല്ല, പക്ഷെ വ്യക്തികളാണല്ലോ. വ്യക്തികളുടെ വളർന്നു വന്ന സാഹചര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, ആ നിലയ്ക്ക് നിലപാടുകൾ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്ക് രണ്ട് രീതികളാണ്. ആ രണ്ട് രീതികളാകുമ്പോൾ അത് അവരുടെ ചോദ്യങ്ങളിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ ചിത്രീകരിച്ചിരിക്കുന്ന ശൈലികളുണ്ട്. ധിക്കാരി, ധാർഷ്ട്യക്കാരൻ എന്നുള്ള, അതായത് ഇവർക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ജോലിയിൽ പ്രവേശിച്ചവർ, അവർ പലപ്പോഴും വ്യക്തിയെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ അപ്പുറം ആ പ്രവൃത്തി കൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവരെ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം പോലെ തന്നെ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് പിണറായിയെ കേന്ദ്രീകരിച്ച് ഇവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ചാപ്പകൾ, അതായത് ചെയ്ത പ്രവർത്തനങ്ങൾ ചർച്ചയാക്കുന്നതിനപ്പുറം ചെറിയ ചെറിയ വിഷയങ്ങൾ പൊടിപ്പും തൊങ്ങനും ചേർത്ത ഒരു വ്യക്തിയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ ഇവർ പലതരത്തിൽ ദൃശ്യങ്ങളായിട്ട്, സ്റ്റിൽ ഫോട്ടോസ് ആയിട്ടൊക്കെ, അതായത് എപ്പോഴും ധാർഷ്ട്യക്കാരൻ, ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, മനുഷ്യത്വമില്ലാത്ത ആണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെടുത്ത് പരിശോധിച്ചാൽ ഇതെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനുഷ്യന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ ഈ പറയാമല്ലോ, പെട്ടെന്ന് ദൃശ്യങ്ങളിലൂടെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ഈ പാട്ടുകളിലൂടെ, ഇപ്പൊ ഈ പോറ്റിയെ കയറ്റി എന്നൊക്കെ പാടിക്കൊണ്ട് ആൾക്കാരുടെ ഉള്ളിലേക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ള ഭൂരിപക്ഷം പേര് ചെയ്യുന്ന പ്രവർത്തനം. വളരെ കുറച്ച് പേരേ ഉള്ളൂ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരം അഭിമുഖങ്ങളുടെ ഗുണം അല്ലെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യക്തികളെ കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി. ഇപ്പോൾ അത് PR പണിയാണെന്ന് പറഞ്ഞോട്ടെ, PR പണിയാണ്. കാര്യം നിങ്ങൾ ചാപ്പ കുത്തുന്നതിനെ എങ്ങനെയാണ് ജനങ്ങളെ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന വഴി എന്താണോ അതിനെ നിങ്ങൾ PR എന്നാണ് വിളിക്കുന്നതെങ്കിൽ PR എന്ന് വിളിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. അത് സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ, അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു മുഖ്യധാരയിൽ നിൽക്കുന്നവർക്ക് തന്നെ ഉണ്ടാകുന്ന സംശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളും അത്തരം സരസമായിട്ടുള്ള അഭിമുഖങ്ങളിലൂടെ, കാര്യം മറ്റേ അഭിമുഖങ്ങൾ ഉത്തരം പറയാൻ അനുവദിക്കാതിരിക്കുക, ഞങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ട്, ആ ഉത്തരം പറഞ്ഞേ മതിയാകുള്ളൂ എന്നതിനപ്പുറം അങ്ങനെ താല്പര്യങ്ങളില്ലാതെ, മുൻവിധികളില്ലാതെ നടത്തുന്ന അഭിമുഖങ്ങളിലൂടെ വ്യക്തികളെ കുറച്ചുകൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടാനും തിരിച്ചറിയാനും പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇരുവർ എന്ന ടീസർ, ആ ഫേസ് ടു ഫേസ് അഭിമുഖം
ആ കാഴ്ച തന്നെ മലയാളികൾക്ക് നൽകിയിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം മമ്മൂട്ടി എന്ന വ്യക്തിയിലൂടെ കൂടി മലയാളികളുടെ മുന്നിൽ ഒരു അനുഭവമാക്കി മാറ്റാൻ സർക്കാർ തയ്യാറാകണം. അതിനെ ഇവിടെ PR എന്ന് വിളിച്ച് പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ. പക്ഷേ അത് ഒരു ലെജൻഡർ അഭിനേതാക്കൾ എന്നുള്ള നിലയ്ക്ക് അവർ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ രണ്ട് രീതിയിലായതുകൊണ്ട് അത്തരമൊരു എപ്പിസോഡ് കൂടി മലയാളി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.